ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂഗാനന്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹി ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഉള്ളത്. ഇതിൽ ഡൽഹി എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അതായത് പൂർണ്ണമായും ഒരു സംസ്ഥാന പദവി ഇല്ലാത്ത ഒരു യൂണിയൻ ടെറിട്ടറി, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഈ ഡൽഹി എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും ഡൽഹിക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഈ ഡൽഹി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് പവറുള്ള ഒരു യൂണിയൻ ടെറിട്ടറി കൂടിയാണ് നമ്മളുടെ ഡൽഹി. ഡൽഹിയുടെ ഇലക്ഷനിൽ ഇത്തവണ വിജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഡൽഹി സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 70 സീറ്റുകളാണ് ഡൽഹിയിൽ ഉള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ 140 സീറ്റുകളാണ് ഉള്ളത്. ഡൽഹി വളരെ ചെറിയ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, അതുകൊണ്ട് 70 സീറ്റുകളെ ഡൽഹിയിലുള്ളൂ. ഇതിൽ 48 സീറ്റുകളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളത്. ആൻഡ് പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതായത് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന 2 തവണയായിട്ട്, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ തവണ, അതായത് ഒരു തവണ ആം ആദ്മി പാർട്ടി മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവർ അപ്പോൾ തന്നെ രാജിവെച്ച് പിന്നീട് ഇലക്ഷൻ നിൽക്കുകയും വീണ്ടും ജയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ആം ആദ്മി പാർട്ടിയായിരുന്നു ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്. അരവിന്ദ് കെജ്രിവാളാണ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഇതിനു മുൻപ് ഡൽഹിയുടെ മുഖ്യമന്ത്രി. എന്നാൽ അദ്ദേഹം കറപ്ഷൻ കേസിൽപ്പെട്ട് ജയിലിൽ പോകുകയും ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം രാജിവെക്കുകയും അതിഷി മർലി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു നേതാവിനെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇലക്ഷനിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുകയും അതിഷി മർലി ജയിക്കുകയും ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് ഷെയർ എന്ന് പറയുന്നത് 22 ആണ്. 70 സീറ്റുകളിൽ 22 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടുകയും BJPക്ക് 48 സീറ്റുകൾ കിട്ടുകയും ചെയ്തു. നമുക്കറിയാം, ഇന്ത്യയിൽ പകുതി സീറ്റുകൾ ഉള്ള പാർട്ടിക്കാണ് ഭരിക്കാനുള്ള അധികാരമുള്ളത്. അതായത് 70-ൽ 36 സീറ്റ് മെജോറിറ്റി ഉള്ള പാർട്ടിക്ക് ഡൽഹി ഭരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. BJPയുടെ CM ആയിരിക്കും വരാൻ പോകുന്നത്. CM-നെ ഇതുവരെ ഭാരതീയ ജനതാ പാർട്ടി ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ CM-നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അടുത്ത കറണ്ട് അഫയർ സെഷനുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ആം ആദ്മി പാർട്ടിയുടെ അതിഷി മെർലി ജയിക്കുകയും എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യം കൃത്യമായി നോക്കിവെക്കുക. നമുക്കറിയാം, യൂണിയൻ ടെറിട്ടറികളിൽ പ്രാധാന്യമുള്ള വ്യക്തികളാണ് ലഫ്റ്റനന്റ് ഗവർണേഴ്സ് എന്ന് പറയുന്നത്. സോ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് വിനയ് കുമാർ സക്സേനയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവാർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിശാഗന്ധി പുരസ്കാരമാണ്. നമുക്കറിയാം, ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവാർഡാണ് ഈ നിശാഗന്ധി പുരസ്കാരം എന്ന് പറയുന്നത്. ഇത്തവണത്തെ, അതായത് 2025-ലെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനിയാണ്. നമുക്കറിയാം, നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ പേര് നൽകിയതിന് ശേഷം അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനി കഥക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാം. കഥക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസുകളിലെ ഒരു ഡാൻസാണ്. ഇന്ത്യയിൽ മൊത്തം 8 ക്ലാസിക്കൽ ഡാൻസുകളാണ് ഉള്ളത്. ഡാൻസസ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സാധാരണഗതിയിൽ നമ്മളോട് ഫോക്ക് ഡാൻസുകൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസുകളൊക്കെ നൽകിയതിനു ശേഷം ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് എന്നാണ് എക്സാമിനേഷൻ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് എല്ലാ ഡാൻസ് ഫോംസും നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ നമുക്ക് ക്ലാസിക്കൽ ഡാൻസുകൾ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു, കഥക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസുകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ മൊത്തം 8 ക്ലാസിക്കൽ ഡാൻസുകളാണ് ഉള്ളത്. അതായത് സംഗീത നാടക അക്കാദമിയാണ് ഈ ക്ലാസിക്കൽ ഡാൻസുകളെ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ പറയുന്ന സംഗീത് നാടക അക്കാദമിയാണ്. ഇതിൽ 8 ഡാൻസുകളാണുള്ളത്. നമുക്കറിയാവുന്ന 8 ഡാൻസുകളിൽ സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ആ ഡാൻസ് തന്നതിന് ശേഷം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഈ ഡാൻസ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഈ ഡാൻസ് വന്നത് എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഇന്ത്യയുടെ നാഷണൽ ഡാൻസിനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് ആണെങ്കിലും ഭരതനാട്യം വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പാറ്റേൺ, ഭരതനാട്യം ഏത് സ്റ്റേറ്റിൻ്റെ ഡാൻസ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം തമിഴ്നാടു എന്നുള്ള കാര്യം ഓർക്കാം. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിൽ നോക്കാം. ഈ 8 ഡാൻസിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമെന്ന് പറയുന്നത് 2 ഡാൻസുകൾ കേരളത്തിൻ്റെയാണ്. അതായത് ഒന്ന് നമ്മളുടെ കഥകളിയും ഒന്ന് നമ്മളുടെ മോഹിനിയാട്ടവും.
അപ്പൊ കഥകളിയും മോഹിനിയാട്ടവും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആന്ധ്രക്കാരുടെ കുച്ചിപ്പുടിയുണ്ട്. കഥക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഥക് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് എന്നുള്ളത്. സത്യത്തിൽ ഈ കഥക് നോർത്ത് ഇന്ത്യ മൊത്തം കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. അപ്പോൾ എക്സാമിനേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്. വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ്. സോ കഥക്ക് സാധാരണഗതിയിൽ ഓപ്ഷൻസിൽ നൽകുമ്പോൾ ഉത്തർപ്രദേശിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ എല്ലാം കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ഈ കഥക് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഒഡീസി പഠിക്കാൻ നമുക്ക് പാടൊന്നുമില്ല, കാരണം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒഡീസി എന്ന് പറഞ്ഞാൽ ഒഡീഷയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി മണിപ്പൂരി എന്ന് പറയുന്ന ഡാൻസ്, അത് നമുക്ക് പേരിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടും. മണിപ്പൂരി എന്ന് പറയുന്ന ഡാൻസ് ഫോംസ് നമ്മളുടെ മണിപ്പൂരാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത പേരാണ് സത്താറിയ. സത്താറിയ ആസാമിൻ്റെ ഡാൻസ് ആണ്. അപ്പം സത്താറിയ ആസാമിൻ്റെ ഡാൻസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. എളുപ്പത്തിൽ നമുക്ക് കിട്ടും, കാരണം എസ്സിൽ ആണ് സത്താറിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസാമിന് 2 S ഉണ്ട്. അങ്ങനെ എളുപ്പത്തിൽ നമുക്കത് ഓർത്തിരിക്കാനും സാധിക്കും. സത്താറിയ ആസാമിൻ്റെ ഡാൻസ് ആണ്. ഏറ്റവും കൂടുതൽ തവണ എക്സാം റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഇത്രയുമാണ് ക്ലാസിക്കൽ ഡാൻസുകൾ. ഇനി ബിഹു എന്ന് പറയുന്ന ഡാൻസ്, ഇത് ക്ലാസിക്കൽ നൃത്തമല്ല, അതൊരു ഫോക്ക് ഡാൻസ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എക്സാമിനേഷന് ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ഡാൻസാണ് ബിഹു. ഇതും ആസാമിൻ്റെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. യക്ഷഗാന കർണാടകയുടെ ഡാൻസാണ്. ഇതും ഒരു ഫോക്ക് ഡാൻസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ നമുക്ക് സ്ഥിരമായി വരുന്ന ഒരു ടോപ്പിക്കാണ് ഡാൻസുകൾ. സോ ഡാൻസുകൾ പഠിക്കാതെ ഒരു കാരണവശാലും എക്സാമിനേഷന് കയറാൻ പാടില്ല. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായ റാംസാർ സൈറ്റുകളെ കുറിച്ചാണ്. നമുക്കറിയാം ഫെബ്രുവരി 2 പ്രത്യേകത വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഫെബ്രുവരി 2 എന്നുള്ളത്, തണ്ണീർത്തടക ദിനം എന്ന് പറയുന്നത്. ഈ വെറ്റ്ലാൻഡ് ഡേയ്സിലുമായിട്ട് പ്രധാനപ്പെട്ടാണ് നമ്മളോട് റാംസാർ സൈറ്റുകളെ കുറിച്ച് നമ്മളോട് എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. ഇന്ത്യയിൽ മൊത്തം 89 റാംസാർ സൈറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് 4 പുതിയ റാംസാർ സൈറ്റുകൾ കൂടി നമ്മൾ ആഡ് ചെയ്തു. ഏതൊക്കെയാണ് ഈ 4 റാംസാർ സൈറ്റുകൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്ന് സക്കരക്കോട്ട ബേർഡ് സാഞ്ചുറി. നമുക്കറിയാം തമിഴ്നാട്ടിലെ പക്ഷി സങ്കേതമാണ് ഈ സക്കരക്കോട്ട എന്ന് പറയുന്നത്. മറ്റൊന്ന് തേർത്തങ്കൽ പക്ഷി സങ്കേതം, അതായത് തമിഴ്നാട്ടിൽ തന്നെയുള്ള ബേർഡ് സാഞ്ചുറിയാണ് ഈ തേർത്തങ്കൽ എന്നുള്ള കാര്യം. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ 89 റാംസാർ സൈറ്റുകളിൽ 20 റാംസാർ സൈറ്റുകളും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ 20, ഇന്ത്യയിൽ എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 89 എന്നുള്ള കാര്യം തന്നെ പഠിക്കുക. ഇനി റാംസാർ സൈറ്റുകളിൽ 4 എണ്ണം പുതിയതായിട്ട് ആഡ് ചെയ്തു എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ എല്ലാ തവണയും റാംസാർ സൈറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ് കറണ്ട് അഫയർ സെഷനിൽ, കാരണം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് റാംസാർ സൈറ്റുകൾ. അടുത്ത റാംസാർ സൈറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേച്ചേപാൽരി തണ്ണീർത്തടകമാണ്. ഈ കേച്ചേൽപാരി തണ്ണീർത്തടം സിക്കിമിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സിക്കിമിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു റാംസാർ സൈറ്റ് 89 ലിസ്റ്റുകളിലേക്ക് എത്തുന്നത്. അപ്പം കേച്ചേൽപാരിയാണ് ഈ റാംസാർ സൈറ്റ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ ജാർഖണ്ഡിൽ നിന്ന് ഉദ്വ തടാകം എന്ന് പറയുന്ന ഒരു റാംസാർ സൈറ്റ് കൂടി ഇതിലേക്ക് ആഡഡ് ആയി. ജാർഖണ്ഡിൻ്റെയും ആദ്യത്തെ റാംസാർ സൈറ്റ് ഉദ്വ തടാകമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റാഞ്ചിയാണ്, സിക്കിമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാങ്ടോക്ക് ആണ്, തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെന്നൈ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സോ 89 ഇന്ത്യയിലെ, തമിഴ്നാട്ടിൽ 20 ഉണ്ട്, സിക്കിമിൽ ആദ്യത്തേത് വന്നു, ജാർഖണ്ഡിൽ ആദ്യത്തേത് വന്നു. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ്സ് ഡേ ആണ്. ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് ആണ്. ബാങ്ക്സ് ഓഫ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്രയെ അപ്പോയിന്റ് ചെയ്തു എന്ന് ലാസ്റ്റ് കറണ്ട് അഫയർ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര വന്നതിന് ശേഷം RBIയിൽ വന്ന മാറ്റങ്ങൾ പ്രധാനമായി നോക്കുകയാണെങ്കിൽ, മോണിറ്ററി പോളിസി കമ്മിറ്റി RBIയുടെ റെപ്പോ റേറ്റ് കട്ട് ഷോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6.25% RBIയുടെ പുതിയ റെപ്പോ റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 5 വർഷമായി നമ്മുടെ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 6.50 അതിൽ നിന്നാണ് 6.25% നമ്മൾ എത്തിയിരിക്കുന്നത്. RBIയുടെ തന്നെ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി LAF വഴിയാണ് ഈ റെപ്പോ റേറ്റിന്റെ കട്ടിങ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സാധാരണഗതിയിൽ LAFന്റെ ഫുൾ ഫോം ഒക്കെ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്നാണ് ഈ LAFന്റെ
ഫുൾ ഫോം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതൊരു മോണിറ്ററി പോളിസി ടൂളാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഇൻഡെക്സ് റാങ്കിങ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ തവണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കുന്നത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. 2025 ഹെൻലി പാസ്പോർട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. 193 രാജ്യങ്ങളിലാണ് സിംഗപ്പൂരിന് ഫ്രീ വിസ പാറ്റേണിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന സിംഗപ്പൂരാണ്. നമുക്കറിയാം സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിംഗപ്പൂർ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി 2ാം സ്ഥാനത്തേക്ക് 2 രാജ്യങ്ങളാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് ജപ്പാനും മറ്റൊന്ന് ദക്ഷിണ കൊറിയയുമാണ്. നമുക്കറിയാം ജപ്പാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിയോൾ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എല്ലായ്പ്പോഴും ഒരു ഇൻഡെക്സ് റാങ്കിങ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധ നൽകേണ്ടത് ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ നിലവിലത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 80ാം സ്ഥാനമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 80th പൊസിഷനിലാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. 56 രാജ്യങ്ങളിലാണ് നമുക്ക് ഫ്രീ വിസ ഉള്ളത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ലാസ്റ്റ് പൊസിഷനും കൂടി നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് പൊസിഷൻ എത്തിയിരിക്കുന്നത് 99ാമത്തെ റാങ്കാണ്. 99ാമത്തെ റാങ്ക് ഉള്ളത് നമ്മളുടെ അഫ്ഗാനിസ്ഥാനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ നമുക്കറിയാം കാബൂളാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മൾ ഓരോ മാസവും പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ആ മാസത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായി നോക്കണം. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഈ വർഷം എന്താണ് അതിന് നമ്മൾ നൽകിയ തീം എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യണം. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 4-ാം തീയതിയുടെ പ്രത്യേകതയാണ്. നമുക്കറിയാം ഫെബ്രുവരി 4-ാം തീയതി എന്ന് പറയുന്നത് ലോക ക്യാൻസർ ദിനമാണ്. 2025 ലോക ക്യാൻസർ ദിനത്തിന് നമ്മൾ നൽകിയ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നെയിം ചേഞ്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റ് കമാൻഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പേര് ഫോർട്ട് വില്യം എന്നായിരുന്നു. ഇതിന്റെ പേര് നമ്മൾ മാറ്റി പുതിയ പേര് എന്ന് പറയുന്നത് വിജയ് ദുർഗാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റലായ കൊൽക്കത്തയിലാണ്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നതും കൊൽക്കത്ത തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ജാനുവരി 15 എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മിലിറ്ററി എക്സർസൈസിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാറുള്ളത് മിലിറ്ററി എക്സർസൈസിന്റെ പേര് നൽകിയതിനു ശേഷം ഇന്ത്യയും ഏത് രാജ്യവുമായി സംയുക്തമായി നടത്തിയ മിലിറ്ററി എക്സർസൈസ് ആയിരുന്നു ഇത് എവിടെ വെച്ചായിരുന്നു നടത്തിയത്, അതല്ലെങ്കിൽ ഇന്ത്യയും ആ രാജ്യവും തമ്മിലുള്ള പേര് നൽകിയതിനു ശേഷം ഇതിന് നമ്മൾ ഈ മിലിറ്ററി എക്സർസൈസിന് ഏത് പേരാണ് നൽകിയത് എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിലിറ്ററി എക്സർസൈസിന്റെ പേര് സൈക്ലോൺ 2025. ഈജിപ്തും ഇന്ത്യയും തമ്മിലുള്ള മിലിറ്ററി എക്സർസൈസിന് നമ്മൾ നൽകുന്ന പേരാണ് സൈക്ലോൺ എന്നുള്ളത്. സൈക്ലോൺ 2025 നടന്നിരിക്കുന്നത് നമ്മളുടെ രാജസ്ഥാനിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ ഈജിപ്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈജിപ്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കെയ്റോ ആണ്. ഈജിപ്തിന്റെ കറൻസി എന്ന് പറയുന്നത് പൗണ്ടാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ദ സീക്രട്ട് ഓഫ് സീക്രട്സ്. ദ സീക്രട്ട് ഓഫ് സീക്രട്സിന്റെ ഓതർ എന്ന് പറയുന്നത് ഡാൻ ബ്രൗൺ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഓതറാണ് ഈ ഡാൻ ബ്രൗൺ എന്ന് പറയുന്നത്. ഒരുപാട് വിഖ്യാതമായ അല്ലെങ്കിൽ ഒരുപാട് വിവാദമായ ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും ഡാൻ ബ്രൗൺ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ചുള്ള ഒരു പാറ്റേണിലാണ് ഈ ഡാവിഞ്ചി കോഡ് എഴുതിയിരിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് ലോകപ്രശസ്തനായ ഒരു പെയിന്ററാണ്. മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിങ് വരച്ചിരിക്കുന്നത് ഡാവിഞ്ചിയാണ്. സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ് ഡാവിഞ്ചിയുടെ പെയിന്റിങ്സ്. എക്സാമിന് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന പെയിന്റിങ് ആരുടേതാണ് എന്നുള്ളത്. ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന പെയിന്റിങ്ങും ഡാവിഞ്ചിയുടെ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ജീസസ് ക്രൈസ്റ്റിൻ്റെയും 12 ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിന്നറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറാണ് ഈ നമ്മളുടെ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് സപ്പറിനെ കൂടി പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ലാസ്റ്റ് സപ്പറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡാൻ ബ്രൗൺ
നമ്മളുടെ ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് വിവാദമാവുകയും വാത്തിക്കാൻ സിറ്റി ഇത് നിരോധിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം ഡാൻ ബ്രൗണിന്റെ പുതിയ പുസ്തകമാണ് ഇറങ്ങാൻ പോകുന്നത്. സീക്രട്സ് ഓഫ് സീക്രട്ട് ആണ് പുതിയ പുസ്തകം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിക്കറ്റിലെ അണ്ടർ 19 വിമൻസ് 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. ഇത്തവണത്തെ 2025 അണ്ടർ 19 വിമൻ 2020 ലോകകപ്പിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന നമ്മളുടെ രാജ്യമായ ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയിട്ട് തിരഞ്ഞെടുത്തത് ദക്ഷിണാഫ്രിക്കയാണ്. ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുന്ന ടീമാണ് റണ്ണറപ്പ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ സൗത്ത് ആഫ്രിക്കയാണ് റണ്ണറപ്പ് ടീമായത്. ആൻഡ് ഈ പറയുന്ന നമ്മളുടെ അണ്ടർ 19 വേൾഡ് കപ്പിന്റെ വെന്യൂ എവിടെയാണ് എന്നുള്ള കാര്യവും നമ്മളോട് എക്സാമിനേഷന് ചോദിക്കും. വെന്യൂ മലേഷ്യയിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഫൈനൽ മത്സരത്തിലെ താരവും ടൂർണമെന്റിലെ താരവും എല്ലാം ജി തൃഷയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കി പ്രസാദ് ആയിരുന്നു അണ്ടർ 19 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു കാലത്ത് ടെലികോം വിഭാഗത്തിലെ ഏറ്റവും ഭീമന്മാരായിരുന്ന നോക്കിയയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിയയുടെ പുതിയ സിഇഒ ആയിട്ട് ജസ്റ്റിൻ ഹോട്ടാഡിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെക്ക ലുൻമാർക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ജസ്റ്റിൻ ഹോട്ടാഡ് നോക്കിയ എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ സ്ഥാനത്തേക്ക് എത്തുന്നത്. നമുക്കറിയാം ഫിൻലാൻഡുകാരാണ് ഈ നോക്കിയക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നോക്കിയയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഫിൻലാൻഡിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിലവിൽ ഇന്റൽസിന്റെ ഡേറ്റാ സെന്ററും AI ഇവിടെയും വൈസ് പ്രസിഡന്റും ജനറൽ മാനേജറുമാണ് നമ്മളുടെ ജസ്റ്റിൻ ഹോട്ടാഡ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓർമ്മക്കുറിപ്പിനെ കുറിച്ചാണ്, ഒരു പുസ്തകത്തെ കുറിച്ചാണ്. നമ്മളുടെ ബിൽ ഗേറ്റ്സിന്റെ സോഴ്സ് കോഡ് മൈ ബിഗിനിങ്. നമുക്കറിയാം എക്സാമുകൾക്ക് ബുക്സ് ആൻഡ് ഓതർ വിഭാഗത്തിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. ഒരു ബുക്കിന്റെ പേര് നൽകിയതിന് ശേഷം ഇത് ആരാണ് ഇതിന്റെ ഓതർ എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. സോ സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് നമ്മളുടെ ബിൽ ഗേറ്റ്സ് ആണ്. നമുക്കറിയാം മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറാണ് നമ്മളുടെ ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. പോൾ അലനും അദ്ദേഹവും കൂടി ചേർന്നാണ് ഈ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഫൗണ്ട് ചെയ്തത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സത്യൻ നഡേലയാണ് നമ്മളുടെ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം നമ്മളുടെ മൈക്രോസോഫ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് റെഡ്മോണ്ടിലാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ക്യാപിറ്റലായ വാഷിംഗ്ടണിലാണ് ഈ റെഡ്മോണ്ട് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഒരു വർഷമായിട്ട് നമ്മളുടെ ഹെഡ്ലൈൻസിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് മണിപ്പൂർ എന്ന് പറയുന്നത്. നമ്മൾ കാണാറുള്ളതാണ്. അവിടെ കലാപം നടക്കുകയാണ്. മെയ്തി, കുക്കി എന്നീ വിഭാഗങ്ങൾ തമ്മിലാണ് ഇവിടെ കലാപം നടക്കുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു എക്സാമിനേഷന് ചോദിച്ചത് മെയ്തി വിഭാഗം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെയ്തി, കുക്കി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ട്രൈബൽ വിഭാഗങ്ങളാണ്. ഇവർക്കിടയിലാണ് ഈ കലാപം നടക്കുന്നത്. അപ്പോൾ ഈ കലാപത്തിനോട് അനുബന്ധിച്ചിട്ട് മണിപ്പൂരിൻ്റെ ചീഫ് മിനിസ്റ്ററായ ബീരൻ സിംഗ് രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളും നന്നായി പഠിച്ചിരിക്കണം. അതിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, അതിൻ്റെ ഗവർണേഴ്സ് ഒക്കെ സ്ഥിരമായി എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. മണിപ്പൂരിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് അജയ് കുമാർ ഭല്ലയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇംഫാലാണ്. ഇപ്പോൾ മണിപ്പൂരിൽ പ്രസിഡൻഷ്യൽ റൂളാണ്. അതുകൊണ്ട് പുതിയ ചീഫ് മിനിസ്റ്റേഴ്സിനെ അവർ തീരുമാനിച്ചിട്ടില്ല. സോ പ്രസിഡൻഷ്യൽ റൂളാണ് നിലവിലെ സാഹചര്യത്തിൽ മണിപ്പൂരിൽ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിംഗ് വിഭാഗത്തിൽ നിന്നുള്ള മറ്റൊരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻഡെക്സ് റാങ്കിംഗ് എന്ന് പറയുന്നത് ഫോബ്സ് മാഗസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഫോബ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫോബ്സ് ഇത്തവണ പുറത്തുവിട്ട ലോകത്തിലെ 10 ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയാണ്. ഈ 10 ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. യുടെ ക്യാപിറ്റൽ നമുക്കറിയാം വാഷിംഗ്ടൺ ആണ്. യുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. യുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. റിപ്പബ്ലിക്കൻ പൊളിറ്റിക്കൽ പാർട്ടിക്കാരനാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഏഷ്യയിലെ ശക്തരായ ചൈനയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സോ ലോകത്തിലെ 10 ശക്തരായ രാജ്യങ്ങളിൽ 2-ാം സ്ഥാനമാണ് ചൈനയ്ക്ക് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ചൈനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബെയ്ജിംഗ് ആണ്. ചൈനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷീ ജിൻപിങ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക.
ഇനി മൂന്നാം പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ ക്യാപിറ്റൽ നമുക്കറിയാം മോസ്കോ ആണ്. റഷ്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിനാണ്. സാധാരണഗതിയിൽ ഇൻഡെക്സ് റാങ്കിംഗ് വിഭാഗങ്ങളിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇന്ത്യയുടെ പൊസിഷൻ കൂടി നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളത്. എന്നാൽ ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ പേര് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ത്യ അവിടെ പ്രാധാന്യമില്ല. ബാക്കി 3 രാജ്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇൻഡെക്സ് ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024. അതായത് 2025 ഈ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പുറത്തുവിടുന്നത്. പക്ഷേ 2024 കണക്കുകൾ അനുസരിച്ചാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് കറപ്ഷൻ ഉള്ള രാജ്യങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് പൊസിഷനാണ് നൽകുന്നത്. സോ ഏറ്റവും കുറവ്, ലോകത്തെ ഏറ്റവും കുറവ് കറപ്ഷൻ കുറവുള്ള രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോപ്പൻഹേഗൻ ആണ്. ഡെൻമാർക്കിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഡെൻമാർക്ക് ക്രോൺ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഫിൻലാൻഡാണ്. ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹെലൻസ്കി ആണ്. ഫിൻലാൻഡിൻ്റെ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ്. തേർഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സിംഗപ്പൂർ തന്നെയാണ്. ഇനി സിംഗപ്പൂരിൻ്റെ കറൻസി എന്ന് പറയുന്നത് സിംഗപ്പൂർ ഡോളറാണ്. എല്ലാ തവണയും നമ്മൾ ഇൻഡെക്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഇന്ത്യയുടെ പൊസിഷനാണ്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 96 ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 2025 ടാറ്റ വിമൻസ് പ്രീമിയർ ലീഗ്. നമുക്കറിയാം ടാറ്റ വിമൻസ് പ്രീമിയർ ലീഗ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മത്സരമാണ് ഈ 2025 ടാറ്റ വിമൻസ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. വിമൻസ് പ്രീമിയർ ലീഗിന്റെ 3ാമത്തെ എഡിഷനാണ് ഈ 2025 നടക്കാൻ പോകുന്നത്. 3 എഡിഷനുകളാണ് നിലവിലെ സാഹചര്യത്തിൽ നടന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ എഡിഷൻ തുടങ്ങിയിരുന്നത് 2023-ലും രണ്ടാമത്തെ എഡിഷൻ 2024-ലുമാണ്. സാധാരണഗതിയിൽ സ്പോർട്സിന്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിലെ കപ്പുകളും നമ്മൾ ഈ സാധാരണഗതിയിൽ കറണ്ട് അഫയേഴ്സ് സെഷനിൽ പഠിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2023 വിജയികൾ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2024 വിജയികൾ എന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 2025 ടാറ്റ വിമൻസിന്റെ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2025 വിജയികൾ ആരാണ് എന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്തു വെക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സ്പോൺസേഴ്സ് ആരാണ് എന്നുള്ളതാണ്. അത് ഓൾറെഡി ആ ടൈറ്റിലിൽ തന്നെ ഉണ്ട്. ടാറ്റയാണ് ഇതിന്റെ സ്പോൺസേഴ്സ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിനേഷന് ചോദിച്ചിരുന്നു വിമൻസ് പ്രീമിയർ ലീഗിന്റെ ടൈറ്റിലിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഡയറക്റ്റ് സ്പോൺസേഴ്സ് ആരാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ടാറ്റയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഉദ്ഘാടന മത്സരം ഗുജറാത്ത് ജെയിൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മിസ്സസ് വേൾഡ് കിരീടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. 2025 മിസ്സസ് വേൾഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദക്ഷിണ ആഫ്രിക്കക്കാരിയായ ഷിഗോ ഗെയിലിനെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഷിഗോ ഗെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിസ്സസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യത്തെ കറുത്തവർഗക്കാരി എന്ന് പറയുന്ന ഖ്യാതിയും ഷിഗോ ഗെയിലിന് തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ബാർട്ട് ഡി വേവറിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്. ബെൽജിയത്തിന്റെ കറൻസി എന്ന് പറയുന്നത് ബെൽജിയം ഫ്രാങ്ക് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ചെസ്സിന്റെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തവണ 2025 87ാമത്തെ ടാറ്റ സ്റ്റീൽ ചെസ് ആണ് നടന്നത്. നമുക്കറിയാം വിംബിൾഡൺ എന്ന് പറയുന്നത് ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു മത്സരമാണ്. എന്നാൽ ചെസ്സിന്റെ വിംബിൾഡൺ എന്നറിയപ്പെടുന്നത് ടാറ്റ സ്റ്റീലാണ്. 1938 ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ടാറ്റ സ്റ്റീൽ ചെസ് എന്ന് പറയുന്ന ചെസ്സുമായി ബന്ധപ്പെട്ട ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ 2011 ടാറ്റ സ്റ്റീലിന്റെ പേര് അവർ ചേർക്കുന്നത്, സ്പോൺസറിന്റെ പേരായ ടാറ്റ സ്റ്റീലിന്റെ പേര് അവർ ചേർക്കുന്നത്. ഇത്തവണ 2025 87ാമത്തെ ടാറ്റ സ്റ്റീലിൽ ജേതാവായിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ചെസ് പ്ലെയറായ ഗുകേഷിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന 87ാമത്തെ ടാറ്റ സ്റ്റീൽ ചെസ്സിന്റെ ജേതാവായത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ടാറ്റ സ്റ്റീൽസിന്റെ ജേതാവായ
രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഖ്യാതി കിട്ടിയതും നമ്മളുടെ പ്രജ്ഞാനന്ദയ്ക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്വാഭാവികമായും രണ്ടാമത്തെ വ്യക്തി പ്രജ്ഞാനന്ദയാണെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ചെസ്സിലെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന കിട്ടിയതും ആദ്യമായിട്ട് ഈ നമ്മളുടെ വിശ്വനാഥ് ആനന്ദിനാണ്. വിശ്വനാഥ് ആനന്ദിന് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കിട്ടുമ്പോൾ ആ അവാർഡിന്റെ പേര് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന്റെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ് ആക്കിയിരിക്കുന്നത്. ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡ് ഓഫ് ഇന്ത്യ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രജ്ഞാനന്ദ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. ആദ്യത്തെ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ്. 2025 കിട്ടിയത് പ്രജ്ഞാനന്ദയ്ക്കാണ്. പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത് ഗുഗേഷിനെയാണ് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും കൂടുതൽ തവണ നമ്മളുടെ ഈ ടാറ്റ സ്റ്റീൽ ചെസ് അവാർഡ് കിട്ടിയത് അല്ലെങ്കിൽ ഈ ടാറ്റ സ്റ്റീൽ ചെസ്സിലെ ജേതാവായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കാർട്ടനാണ്, മാഗ്നസ് കാർട്ടനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിയോഗ വാർത്തയാണ്. നമുക്കറിയാം ഒബിച്വറി വിഭാഗത്തിൽ നിന്നും നമ്മളുടെ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ നോക്കുന്നത് സാം നുജോമ എന്ന് പറയുന്ന നമീബിയയുടെ മുൻ പ്രസിഡന്റിനെ കുറിച്ചാണ്. സാം നുജോമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് നമീബിയയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹമാണ് 2025 ഫെബ്രുവരിയിൽ മരണപ്പെട്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം നമീബിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിൻഡോക്കാണ്. നമീബിയയുടെ കറൻസി എന്ന് പറയുന്നത് നമീബിയൻ ഡോളറാണ്. ഇതോടുകൂടി ഈ ആഴ്ചത്തെ എഡുഗാനന്റെ വീക്ക്ലി കറന്റ് അഫയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.